ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അറൈൻസ് എന്ന ചാപ്റ്ററാണ്. ഫോക്കസ് ഏരിയ ബേസ്ഡ് ആണ്. ഫസ്റ്റ്, എന്താണ് ഹാലോ ആൽക്കെയിൻസ്, എന്താണ് ഹാലോ അറൈൻസ്? നമുക്കറിയാം, ഒരു ആൽക്കൈൽ ഗ്രൂപ്പ്, മീഥേൻ, ഈഥേൻ, പ്രൊപ്പെയിൻ, ബ്യൂട്ടേൻ അങ്ങനെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളെല്ലാം നമുക്ക് ഫെമിലിയർ ആണ്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിലെ ഒരു ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഒരു ഹാലജൻ ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ ഹാലോ ആൽക്കെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഹാലോ ആൽക്കെയിൻ? ദ റീപ്ലേസ്മെൻറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം ഇൻ എ ഹൈഡ്രോ കാർബൺ. അപ്പോൾ അത് ആലിഫാറ്റിക്കും ആകാം, ആരോമാറ്റിക്കും ആകാം. ആരോമാറ്റിക് ഹൈഡ്രോ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അത് ഒരു ഹൈഡ്രജൻ മാറിയിട്ട് ഹാലജൻ ഗ്രൂപ്പ് വരാം. ഹാലജൻ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഗ്രൂപ്പ് 17 പീരിയോഡിക് ടേബിളിലെ ഗ്രൂപ്പ് 17 മെമ്പേഴ്സാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, അയഡിൻ അങ്ങനെ വരുന്ന മെമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹാലജൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈഡ്രജനെ മാറ്റിയിട്ട് ഈ ഹാലജൻ ഗ്രൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ ഹാലോ ആൽക്കെയിൻസ്, ഹാലോ അറൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആരോമാറ്റിക് റിങ്ങിൽ വരികയാണെങ്കിൽ അത് ഹാലോ അറൈൻസ് ആവും, ആലിഫാറ്റിക്കിലാണെങ്കിൽ ഹാലോ ആൽക്കെയിൻസ് ആവും. ഹാലോ alkenes contain halogen atom attached to the sp3 hybridized carbon atom. ഹാലോ ആൽക്കെയിൻസിനകത്തെ ഈ ഹാലോജൻ ആറ്റം അറ്റാച്ച് ചെയ്യുന്നൊരു കാർബൺ ആറ്റം ഉണ്ടായിരിക്കുമല്ലോ. ഈ കാർബൺ ആറ്റം sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ആയിരിക്കും. അതുപോലെ ഹാലോ അറൈൻസിൻ്റെ കേസിലാണെങ്കിൽ ഹാലജൻ ആറ്റം അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റം sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ആയിരിക്കും. ചിലപ്പോൾ എക്സാമിനെ കാണാൻ ചോദിച്ചേക്കാം. sp3 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും ഹാലോ ആൽക്കെയിൻസിനകത്ത് ഹാലജൻ അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റം. ഹാലോ അറൈൻസിനകത്ത് sp2 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആറ്റം ആയിരിക്കും. നെക്സ്റ്റ്, മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആൽക്കഹോളിൽ നിന്ന് നമുക്ക് എങ്ങനെ ആൽക്കൈൽ ഹാലൈഡ്സ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണാം. ആൽക്കൈൽ ഹാലൈഡ്സ് എന്ന് പറയുന്നത് നമുക്ക് ആൽക്കഹോൾസിൽ നിന്നും പ്രിപ്പയർ ചെയ്യാം. ആൽക്കഹോൾസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് OH ഗ്രൂപ്പാണെന്നറിയാം. ഈ ആൽക്കഹോളിനകത്തെ OH ഗ്രൂപ്പിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് ഹാലജൻ ഗ്രൂപ്പ് വരും. അതാണ് ആൽക്കൈൽ ഹാലൈഡ്. അപ്പോൾ ആൽക്കഹോൾ ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ആൽക്കൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യാൻ പല മെത്തേഡ്സ് ഉണ്ട്. പല റിയേജൻസും ഉപയോഗിച്ച് നമുക്ക് ആൽക്കഹോളിൽ നിന്നും പ്രിപ്പയർ ചെയ്യാം. ഫസ്റ്റ്, ആൽക്കഹോൾ എടുത്തിട്ട് HCl-യുമായിട്ട് വെച്ച് ട്രീറ്റ് ചെയ്യണം, ഈസ്റ്ററൻ Cl2ൻ്റെ പ്രസൻസിൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ആൽക്കഹോളിനകത്തെ OH ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും HCl-നകത്തെ Hഉം കൂടെ ചേർന്നിട്ട് OH കൂടെ ചേർന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വാട്ടർ എലിമിനേറ്റ് ചെയ്തു പോകുന്നു. ബാക്കി റിമൈനിങ് ആയിട്ടുള്ളത് Rഉം Cl-ഉം, RCl ഒരുമിച്ച് എഴുതി പ്ലസ് വാട്ടർ. അതുപോലെ തന്നെ ആൽക്കഹോളും ഫോസ്ഫറസ് ഹാലൈഡും. ഫോസ്ഫറസ് ഹാലൈഡായിട്ട് നമുക്ക് ക്ലോറിനോ ബ്രോമിനോ ഒക്കെ ഉപയോഗിക്കാം. ഫോസ്ഫറസ് ഹാലൈഡോട് ഉപയോഗിച്ചു. അപ്പോൾ എന്ത് ചെയ്യുന്നു? 3 മോളിക്യൂൾ ROH ആണ് ഉപയോഗിച്ചത്. ഇവിടെ 3 ഹാലജൻ ഉണ്ട്. OH മാറിയിട്ട് ഹാലജൻ വരുന്നു. അപ്പോൾ 3RX പ്ലസ് ബാക്കി റിമൈനിങ് എന്തുണ്ട്? 3 ഓക്സിജൻ, 3 ഹൈഡ്രജൻ, പിന്നെ ഒരു ഫോസ്ഫറസും. അത് 3 ചേർത്ത് എഴുതി H3PO3. ഫോസ്ഫറിക് ആസിഡും വരും. 3RX പ്ലസ് ഫോസ്ഫറിക് ആസിഡ്. അടുത്തത് ആൽക്കഹോളിനകത്തോട്ട് PCl5 ആഡ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ആൽക്കഹോളിനകത്ത് OH മാറിയിട്ട് ഒരു Cl വരുന്നു. പിന്നെ ഇവിടെ ഹൈഡ്രജൻ ഇല്ലേ, ഒരു Hഉം ഇവിടുത്തെ ഒരു Cl-ഓട് ചേർന്നിട്ട് ഒരു HCl പോകുന്നു. ബാക്കി റിമൈനിങ് ആയിട്ടുള്ളവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ഫോസ്ഫറസും ഒരു ഓക്സിജനും പിന്നെ ഇവിടെ 2 ക്ലോറിൻ പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കി 3 ക്ലോറിനോട് ചേർന്നിട്ട് POCl3 ഫോം ചെയ്യുന്നു. എല്ലായിടവും ആൽക്കഹോൾ മാറിയിട്ട് എന്താണ്? ആൽക്കൈൽ ഹാലൈഡാണ് വരുന്നത്. ബാക്കി എന്താണ്? POCl3യും HCl-ആണ് ഇവിടെ ബൈ പ്രൊഡക്റ്റായിട്ട് വരുന്നത്. നെക്സ്റ്റ്, ആൽക്കഹോൾ എടുത്തിട്ട് ഹാലജൻ വെച്ച് ട്രീറ്റ് ചെയ്യാണ്. പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ്. ഹാലജൻ നമ്മൾ ബ്രോമിനോ അയഡിനോ ഉപയോഗിക്കാം. അവിടെ കിട്ടുന്നത് എന്താണ്? ആൽക്കൈൽ ഹാലൈഡാണ്. നെക്സ്റ്റ്, ആൽക്കഹോൾ എടുത്തിട്ട് തയനൈൽ ക്ലോറൈഡ് വെച്ച് ട്രീറ്റ് ചെയ്തു. അവിടെ എന്താണ്? ആൽക്കൈൽ ഹാലൈഡും SO2ഉം HCl-ഉം വരുന്നു. അപ്പോൾ ഇത്രയും റിയാക്ഷൻ കണ്ടതിൽ ഏറ്റവും പ്രിഫറബിൾ ആയിട്ടുള്ള റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ തയനൈൽ ക്ലോറൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നതാണ്. കാരണം ബാക്കി എല്ലാ കേസിലും നമുക്കെന്താ കിട്ടുന്നത്? ആൽക്കൈൽ ഹാലൈഡ് മാത്രമല്ല. ഇവിടെ ആൽക്കൈൽ ഹാലൈഡ് മാത്രമല്ല കിട്ടുന്നത്, പക്ഷേ ഇവിടെ കിട്ടുന്ന ബൈ പ്രോഡക്ട്സ് എസ്കേപ്പബിൾ ഗ്യാസസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്താണ്? ഈസി ആയിട്ട് ആൽക്കൈൽ ഹാലൈഡിനെ വേർതിരിച്ചെടുക്കാൻ കഴിയും.
നെക്സ്റ്റ് ഒരു നെയിമിംഗ് റിയാക്ഷനാണ് സാൻമേഴ്സ് റിയാക്ഷൻ എന്ന് പറയും. സാൻമേഴ്സ് റിയാക്ഷൻ വഴി നമുക്ക് അറൈൽ ഹാലൈഡിനെ സിന്തസ് ചെയ്യാം. അറൈൽ ഹാലൈഡ് സിന്തസ് ചെയ്യുന്ന റിയാക്ഷനാണ് സാൻമേഴ്സ് റിയാക്ഷൻ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് അറൈൽ ഹാലൈഡ് സിന്തസ് ചെയ്യാന്ന് വെച്ചാൽ, ബെൻസീൻ ഡയസോണിയം സാൾട്ട് എടുത്തിട്ട് കുപ്രസ് ഹാലൈഡ് CO2X2 കുപ്രസ് ഹാലൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് അറൈൽ ഹാലൈഡ് കിട്ടുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് ബെൻസീൻ ഡയസോണിയം സാൾട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടത്? ഒരു പ്രൈമറി ആരോമാറ്റിക് അമീൻ എടുക്കുക, അതിനെ സോഡിയം നൈട്രേറ്റ് വെച്ച് ട്രീറ്റ് ചെയ്യുക വിത്ത് ദ പ്രസൻസ് ഓഫ് ഹൈഡ്രജൻ ഹാലൈഡ്. അപ്പോൾ ഒരു ഹൈഡ്രജൻ ഹാലൈഡിൻ്റെ പ്രസൻസിൽ സോഡിയം നൈട്രേറ്റ് വെച്ച് പ്രൈമറി ആരോമാറ്റിക് അമീൻ്റെ മറ്റു പേരാണ് അനിലിൻ. പ്രൈമറി ആരോമാറ്റിക് അമീനെ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് H2 മാറിയിട്ട് ഹാലജൻ വരും. അപ്പം N2+X- വരും ബെൻസീൻ ഉണ്ടെങ്കിൽ. ഇതിനെയാണ് ബെൻസീൻ ഡയസോണിയം ഹാലൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഡയസോ 2 നൈട്രജൻ അല്ലേ, അതാണ് ഡയസോ എന്നുള്ള പേര് വന്നത്. ഈ ബെൻസീൻ ഡയസോണിയം സാൾട്ടിനെ കുപ്രസ് ഹാലൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറൈൽ ഹാലൈഡ് കിട്ടും. ആരോമാറ്റിക് റിങ്ങിലെ ഹാലജൻ, അതാണ് അറൈൽ ഹാലൈഡ് നമുക്ക് കിട്ടും. അടുത്ത ഡയസോണിയം ഗ്രൂപ്പിനെ നമുക്ക് കുപ്രസ് ഹാലൈഡ് വെച്ചല്ലാതെ പൊട്ടാസ്യം ഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിലോ ഹാലജന് പകരം ബ്രോമിനോ ക്ലോറിനോ പകരം അയഡിൻ ആയിരിക്കും വരുന്നത്. ആരോമാറ്റിക് റിങ്ങിൽ അയഡിൻ വരും. അപ്പോൾ നമുക്ക് ബെൻസിൻ ഡയസോണിയം സാൾട്ടിൽ നിന്നും ഹാലോ അയഡിൻ പ്രിപ്പയർ ചെയ്യുന്നൊരു മെത്തേഡ് ചോദിച്ചാൽ ഡയസോണിയം സാൾട്ടിനെ പൊട്ടാസ്യം ഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അയഡോ ബെൻസീൻ കിട്ടും. അടുത്തത് നമുക്കിപ്പോൾ കിട്ടിയതെല്ലാം ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ബ്രോമൈൽ ക്ലോറൈഡ് ഒക്കെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് ആൽക്കൈൽ അയഡൈഡോ ആൽക്കൈൽ ഫ്ലൂറൈഡോ ഒക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹാലജൻ എക്സ്ചേഞ്ച് വഴിയാണ് കിട്ടുന്നത്. ഇത് ആൽക്കൈൽ ഹാലൈഡ്സ് RCl അല്ലെങ്കിൽ RBr ഒക്കെ എടുത്തിട്ട് സോഡിയം അയഡൈഡ് ഇൻ ഡ്രൈ അസറ്റോൺ സോഡിയം അയഡൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഹാലജൻ ഗ്രൂപ്പ് ഇവിടുത്തെ ക്ലോറിനോ ബ്രോമിനോ ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഈ ഹാലജൻ എക്സ്ചേഞ്ച് ചെയ്യുകയാണ്. ക്ലോറിനോ ബ്രോമിന് പകരം അയഡിൻ കയറി വരികയാണ്, Ri+NaX. അപ്പോൾ ഈ റിയാക്ഷൻ നെയിമിംഗ് റിയാക്ഷനാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് വിളിക്കും. ഇമ്പോർട്ടൻ്റ് ആണ്, നെയിമിംഗ് റിയാക്ഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നേരത്തെ പഠിച്ച സാൻമേഴ്സ് റിയാക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതെന്താണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ? ഹാലജൻ എക്സ്ചേഞ്ച് ആണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് ഒരു ആൽക്കൈൽ ക്ലോറൈഡോ ആൽക്കൈൽ ബ്രോമൈഡോ മാറിയിട്ട് ആൽക്കൈൽ അയഡൈഡ് വരുന്ന റിയാക്ഷനാണ് ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ. അതുപോലെ തന്നെ ആൽക്കൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ആൽക്കൈൽ ബ്രോമൈഡ് മെറ്റാലിക് ഫ്ലൂറൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യണം. മെറ്റാലിക് ഫ്ലൂറൈഡ് എന്ന് പറയുമ്പോൾ സിൽവർ ഫ്ലൂറൈഡോ മെർക്കുറി ഫ്ലൂറൈഡോ കൊബാൾട്ട് ഫ്ലൂറൈഡോ അങ്ങനെ എന്തെങ്കിലും വരാം. ഏതെങ്കിലും ഒരു മെറ്റൽ ഫ്ലൂറൈഡ് വെച്ച് ആൽക്കൈൽ ക്ലോറൈഡിനെയോ ആൽക്കൈൽ ബ്രോമൈഡിനെയോ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽക്കൈൽ ഫ്ലൂറൈഡ് കിട്ടും. ഇവിടെ നമുക്ക് ആൽക്കൈൽ അയഡൈഡ് കിട്ടിയതിന് പകരം Ri കിട്ടിയതിന് പകരം RF കിട്ടും. എന്ത് ചെയ്താൽ മതി? ആൽക്കൈൽ ഹാലൈഡ് RCl അല്ലെങ്കിൽ RBrനെ നമ്മൾ എന്ത് വെച്ച് ട്രീറ്റ് ചെയ്യണം? മെറ്റൽ ഫ്ലൂറൈഡ്സ് വെച്ച്. മെറ്റൽ ഫ്ലൂറൈഡ്സ് സിൽവർ ഫ്ലൂറൈഡോ മെർക്കുറി ഫ്ലൂറൈഡോ അങ്ങനെ എന്തെങ്കിലും മെറ്റൽ ഫ്ലൂറൈഡ്സ് വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് RF ആൽക്കൈൽ ഫ്ലൂറൈഡ് കിട്ടും. ആ റിയാക്ഷനാണ് നമ്മൾ സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. റിയാക്ഷനെ സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറയുന്നു. ആൽക്കൈൽ ഫ്ലൂറൈഡ് കിട്ടുന്ന റിയാക്ഷനെ സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറയുന്നു. ആൽക്കൈൽ അയഡൈഡ് കിട്ടുന്ന റിയാക്ഷനെ നമ്മൾ ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ എന്ന് പറയുന്നു. അപ്പോൾ 3 നെയിമിംഗ് റിയാക്ഷൻ പഠിച്ചു. സാൻമേഴ്സ് റിയാക്ഷൻ, ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ, സ്വാർട്സ് റിയാക്ഷൻ. സാൻമേഴ്സ് റിയാക്ഷൻ വഴി നമുക്ക് അറൈൽ ഹാലൈഡ് പ്രിപ്പയർ ചെയ്യാം. അതുപോലെ ഫിംഗൽസ്റ്റീൻ റിയാക്ഷനും സ്വാർട്സ് റിയാക്ഷനും ഹാലജൻ എക്സ്ചേഞ്ച് റിയാക്ഷൻസ് ആണ്. ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ വഴി നമുക്ക് ആൽക്കൈൽ അയഡൈഡ് പ്രിപ്പയർ ചെയ്യാം. സ്വാർട്സ് റിയാക്ഷൻ വഴി ആൽക്കൈൽ ഫ്ലൂറൈഡ് പ്രിപ്പയർ ചെയ്യാം. നെക്സ്റ്റ് റിയാക്ഷൻസ് ഓഫ് ഹാലോ ആൽക്കെയിൻസ് ആണ് നമ്മളടുത്ത് പഠിക്കാനുള്ളത്. ഹാലോ ആൽക്കെയിൻസിൻ്റെ റിയാക്ഷൻ, അതിനകത്ത് നമുക്ക് ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മാത്രം പഠിച്ചാൽ മതി. അപ്പം ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം സബ്സ്റ്റിറ്റ്യൂഷനാണ്, ആർക്കോ പകരം ആരോ വരികയാണ്. അതും ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ വരുന്ന ആളാരായിരിക്കും? ഒരു ന്യൂക്ലിയോഫൈലായിരിക്കും. അതായത് ന്യൂക്ലിയസ് ലവിങ് ഏജൻറ്റ്. ന്യൂക്ലിയസ് ലവിങ് ഏജൻറ്റ് എന്ന് പറയുമ്പം പോസിറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തി. പോസിറ്റീവ് ചാർജിനെ ഇഷ്ടപ്പെടുന്ന ആരായിരിക്കും? ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ആളായിരിക്കും. അപ്പോൾ ഒരു ഇലക്ട്രോൺ റിച്ച് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ ഹാലോ ആൽക്കെയിനെ സമീപിക്കുകയാണ്. A nucleophile reacts with halo alkane having a partial positive charge on the carbon atom bonded to halogen. നമുക്കറിയാം ഒരു ഹാലോ ആൽക്കെയിൻ എന്ന് പറയുമ്പം
ഹാലജൻ എപ്പോഴും ഇലക്ട്രോൺസിനെ പിടിച്ചു നിർത്താനുള്ള ടെൻഡൻസി കൂടുതലാണ്. കാരണം അവർക്ക് ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അവർക്ക് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ എപ്പോഴും ഇലക്ട്രോണിനെ അങ്ങോട്ട് ആകർഷിച്ച് നിർത്താനുള്ള ടെൻഡൻസി ഹാലജൻ ഗ്രൂപ്പിന് കൂടുതലാണ്. അപ്പോൾ ആ ഹാലജൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ ആറ്റത്തിന് ഒരു പാർഷ്യൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും. അപ്പം വരുന്ന ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്ന ആൾ എങ്ങോട്ട് പോകും? ഹാലജനെ അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റത്തിനെ സമീപിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനെ തുടക്കം വെക്കുന്നത് ഇനിഷ്യേറ്റ് ചെയ്യുന്ന ന്യൂക്ലിയോഫൈൽ ആയതുകൊണ്ട് തന്നെ അതിന് നമ്മൾ ന്യൂക്ലിയോഫൈൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആൽക്കൈൽ ഹാലൈഡ് എടുത്തു, അക്വസ് NaOH വെച്ച് ട്രീറ്റ് ചെയ്തു. അക്വസ് NaOHനകത്ത് NaOH എന്ന് പറയുമ്പോൾ Na+ഉം OH മൈനസുമാണ്. അപ്പം ഈ OH മൈനസ് ആണല്ലോ ഇതിനകത്ത് ന്യൂക്ലിയോഫൈൽ, ന്യൂക്ലിയസിനെ ഇഷ്ടപ്പെടുന്ന ആൾ. അപ്പം OH മൈനസ് ഇവിടെ വന്ന് എന്ത് ചെയ്യും? എക്സിനെ മാറ്റിയിട്ട് ഇവിടെ കയറിയിരിക്കും. അപ്പോൾ എന്താ കിട്ടുന്നത്? ROH ആണ് കിട്ടുന്നത്. അതുപോലെ തന്നെ ആൽക്കൈൽ ഹാലൈഡ് R-ONA, ഇവിടെയും Na+ഉം R-O മൈനസുമാണ്. അപ്പോൾ മൈനസ് ഉള്ളവരാണ് ഇങ്ങോട്ട് വരുന്നത് ആൽക്കൈൽ ഗ്രൂപ്പിൽ. കാരണം R+ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പാർഷ്യൽ പോസിറ്റീവ് ചാർജും ഇതിൻ്റെ പാർഷ്യൽ നെഗറ്റീവ് ചാർജുമാണ്. അതുകൊണ്ട് ഈ പാർഷ്യൽ പോസിറ്റീവ് ചാർജുള്ള കാർബൺ ആറ്റത്തിലോട്ട് വരുന്ന ആരായിരിക്കും? നെഗറ്റീവ് ചാർജ് ഉള്ളവരായിരിക്കും. ഇവിടെ R-O വരും. അങ്ങനെ നമുക്ക് കിട്ടുന്നത് എന്താണ്? RO R-. നെക്സ്റ്റ് KCN എന്ന് പറയുമ്പം K+, CN- ഇവിടെ വരും RCN. അതിൽ AgNO2 Ag+ NO2- വരും RNO2 KNO2 K+, NO2-. അപ്പോൾ എന്താണ്? RONO. ഇവിടെ എന്തുകൊണ്ട് RNO2 വരാത്തതെന്ന് നമുക്ക് പറയും. അടുത്ത ലിഥിയം അലൂമിനിയം ഹൈഡ്രൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ റിഡക്ഷൻ ആണ് നടക്കുന്നത്. റിഡക്ഷൻ നടക്കുമ്പോൾ അഡീഷണൽ ഹൈഡ്രജൻ RH വരും. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു നൈട്രോ ഗ്രൂപ്പിന് 2 രീതിയിലാണ് അറ്റാച്ച്മെൻറ്റ് നടക്കുന്നത് ഇവിടെ. അതുപോലെയാണ് സയനൈഡിനും ഇതുപോലെയാണ്. അപ്പം സയനൈഡ് നൈട്രേറ്റ്സിനും 2 ന്യൂക്ലിയോഫിലിക് സെൻറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരെ എന്താ വിളിക്കുന്നത്? ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽസ്. ആംഫി എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവരെ നമ്മൾ ആംഫിബിയൻസ് വിളിക്കുന്നില്ലേ. അപ്പോൾ അതിൻ്റെ 2 സ്വഭാവം കാണിക്കുന്നില്ലേ. അതിൻ്റെ കൂട്ട് 2 ന്യൂക്ലിയോഫൈലിക് സെൻറ്റർ ഉള്ളവരെ നമ്മൾ ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈലസ് എന്ന് വിളിക്കും. സയനൈഡിന് 2 ന്യൂക്ലിയോഫിലിക് സെൻറ്റർ ഉണ്ട്. സയനൈഡ് എന്ന് പറയുമ്പം C∼N. അപ്പം C∼N തന്നെയാണ്. റെസൊണൻസ് വരയ്ക്കുകയാണെങ്കിൽ സിയിലും നെഗറ്റീവ് ചാർജ് വരാം, നൈട്രജനും വരാം. അതുകൊണ്ട് തന്നെ കാർബൺ വഴിയും ലിങ്കിങ് വരാം, നൈട്രജൻ വഴിയും ലിങ്കിങ് വരാം. കാർബൺ വഴിയുള്ള ലിങ്കിങ് ആകുമ്പോൾ നമുക്ക് ആൽക്കൈൽ സയനൈഡ്സ് കിട്ടും. നൈട്രജൻ വഴിയുള്ള ലിങ്കിങ് ആകുമ്പോൾ നമുക്ക് ഐസോ സയനൈഡ്സ് ആയിരിക്കും വരുന്നത്. എന്താണ്? കാർബൺ വഴിയുള്ള ലിങ്കിങ് ആകുമ്പോൾ നമുക്ക് ആൽക്കൈൽ സയനൈഡ്സ് ആയിരിക്കും, നൈട്രജൻ വഴിയുള്ള ലിങ്കിങ് ആകുമ്പോൾ നമുക്ക് ഐസോ സയനൈഡ്സിനായിരിക്കും കിട്ടുന്നത്. അതുപോലെ നൈട്രേറ്റിനും ഇത് തന്നെയാണ് പ്രത്യേകത. നൈട്രേറ്റ് എന്താണ്? ആംബിഡൻ്റ് ആണ്. 2 ഡിഫറെൻറ്റ് പോയിൻറ്റ്സ് ഓഫ് ലിങ്കേജ് ഉണ്ട്. ONO ഇവിടെ O ആയിട്ടും ലിങ്കിങ് നടക്കും, നൈട്രജനുമായിട്ട് ലിങ്കിങ് നടക്കും. അപ്പോൾ ഓക്സിജനുമായിട്ടുള്ള ലിങ്കിങ് ആണെങ്കിൽ കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ആൽക്കൈൽ നൈട്രൈറ്റ്സ് ആയിരിക്കും. നൈട്രജനുമായിട്ടുള്ള ലിങ്കിങ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും നൈട്രോ ആൽക്കൈൻസ് ആയിരിക്കും. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ആംബിഡൻറ്റ് ന്യൂക്ലിയോഫൈൽസ് എന്ന് എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷന് 2 ഡിഫറെൻറ്റ് മെക്കാനിസം ഉണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ ഉണ്ട്, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ ഉണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലർ നമ്മളൊരു എക്സാമ്പിൾ വെച്ച് കാണുകയാണെങ്കിൽ OH- CH3Cl അപ്രോച്ച് ചെയ്യുകയാണ്. അപ്പം CH3Cl ഹൈഡ്രോക്സൈഡ് ആയിട്ടുള്ള റിയാക്ഷനാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന എന്താണ്? മെഥനോളാണ്. മെഥനോളും ക്ലോറൈഡ് അയണുമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ OH- വരുന്നത് ശ്രദ്ധിക്കുക. ഇവിടെ കാർബണിൻ്റെ 4 വാലൻസി ഫില്ലാണ്, 4 ബോണ്ടിങ് ഇവിടെ കാർബണിന് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ OH- എൻ്റെ കാർബൺ ക്ലോറിൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലൂടെയാണ് OH- ഇതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജാണ് വരുന്നത്. OH വന്ന് കാർബണിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങുന്ന അതേ സമയം തന്നെ ക്ലോറിൻ എന്ത് ചെയ്യുന്നു? ക്ലോറിൻ കാർബൺ ബോണ്ട് ബ്രേക്ക് ആവാൻ തുടങ്ങുന്നു. അപ്പോൾ ഇത് സൈമൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. ഒറ്റ സ്റ്റെപ്പിലാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ നമ്മൾ SN2 എന്ന് വന്നേക്കുന്നത് എന്തുകൊണ്ടാണ്? ഒറ്റ സ്റ്റെപ്പിലല്ലേ റിയാക്ഷൻ നടക്കുന്നത്. അപ്പോൾ SN2 എന്ന് പറഞ്ഞിരിക്കുന്നത്
ഈ ഒറ്റ സ്റ്റെപ്പിലാണ് റിയാക്ഷൻ. പക്ഷേ ഇതിൻ്റെ റേറ്റ് ഡിറ്റർമിൻ ചെയ്യുമ്പം OH- കോൺസെൻട്രേഷനും CH3Clൻ്റെ കോൺസെൻട്രേഷനും നമ്മൾ എന്ത് ചെയ്യും, റേറ്റ് ഡിറ്റർമിനിൽ ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് റിയേജൻസിൻ്റെയും കോൺസെൻട്രേഷൻ നമ്മൾ റേറ്റ് ഡിറ്റർമിന് വരുന്നുണ്ട്. അതുകൊണ്ട് എന്ത് വിളിക്കുന്നത്, സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് ബൈമോളിക്കുലാർ എന്ന് പറയും. അതുകൊണ്ടാണ് SN2 എന്നുള്ള പേര് വന്നത്. അപ്പോൾ ഇവിടെ OH വന്ന് അപ്രോച്ച് ചെയ്യുന്നു, ഈ ബോണ്ട് ഫോം ചെയ്യുന്ന അതേ സമയം തന്നെ CCl ബോണ്ട് ബ്രേക്ക് ആവുന്നു. നെക്സ്റ്റ് ഇവിടെ ഇപ്പോൾ ഒരു അൺസ്റ്റേബിൾ സ്റ്റേജ് അല്ലേ, കാർബൺ 5 ബോണ്ടിങ് വരില്ലല്ലോ. അപ്പോൾ ഇവിടെ വെച്ച് എന്ത് ചെയ്യും, CL എന്ത് ചെയ്യും, CCl ബോണ്ട് ബ്രേക്ക് ആവുകയും Cl ആയിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു, OH വന്ന് അറ്റാച്ച് ചെയ്ത് നിൽക്കും. അപ്പോൾ കാർബൺ ആൽക്കഹോൾ ബോണ്ട് ഫോം ചെയ്യുകയും കാർബൺ ക്ലോറിൻ ബോണ്ട് എന്ത് ചെയ്യും, ബ്രേക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ആൽക്കഹോൾ അപ്രോച്ച് ചെയ്യുന്ന സൈഡിന് ഇപ്പോൾ ക്ലോറിൻ ഇരിക്കുന്ന സൈഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിൽ കൂടെയാണ് ആൽക്കഹോൾ അപ്രോച്ച് ചെയ്യുന്നത് പറഞ്ഞു. ഇവിടെ ബോണ്ട് ബ്രേക്ക് ആവുകയും ഈ OH ബോണ്ട് ഫോം ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കുക, ഇവിടെ OH- അപ്രോച്ച് ചെയ്തു, Cl- ഇവിടുന്ന് വേർപെട്ട് പോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെ കിട്ടിയ ഒരു കോൺഫിഗറേഷൻ കണ്ടോ, ഇവിടുന്ന് ഈ കിട്ടിയ നേരത്തെ ഉണ്ടായിരുന്ന ഈ റിയേജൻ്റെ CH3Clൻ്റെ കോൺഫിഗറേഷൻ്റെ നേരെ ഒരു ഇൻവേർട്ടഡ് കോൺഫിഗറേഷൻ അല്ലേ ഇവിടെ കിട്ടിയത്. നമ്മളിപ്പോൾ മഴയത്തൊക്കെ പോകുമ്പം കുടയാണെങ്കിൽ നേരെ കാറ്റടിക്കുമ്പം മുകളിലോട്ട് പറന്നിരിക്കുന്നത്, നമ്മൾ വെള്ളമൊക്കെ പിടിച്ചുകൊണ്ടിരും വേണമെങ്കിൽ കുടയിൽ. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു രീതി ഒന്ന് ആലോചിച്ച് നോക്കുക. നേരെ ഇൻവേർട്ടഡ് ആയിട്ടുള്ളൊരു കോൺഫിഗറേഷനാണ് ഇവിടെ കിട്ടിയത്. അപ്പം അതിനെ നമ്മൾ ഇൻവേർഷൻ ഓഫ് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നു. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ സിയിലിരിക്കുന്ന കാർബണാറ്റം അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള കാർബണാറ്റത്തിൽ ബൾക്കി ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ, സിയിലിരിക്കുന്ന കാർബണാറ്റത്തിന് ബൾക്കി ഗ്രൂപ്പ് വരികയാണെങ്കിൽ നമുക്കവിടെ സ്റ്റെറി ഹിൻഡ്രൻസ് നടക്കും. അവിടെ ഒരു ഇൻഹിബിറ്റിംഗ് എഫക്റ്റാണ് നടക്കുന്നത്. അപ്പോൾ റിയാക്ടിവിറ്റി എന്ത് ചെയ്യുക, കുറയുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറി ഹാലിഡൊക്കെ ആണെങ്കിൽ നല്ലതായിട്ട് റേറ്റ് ഓഫ് റിയാക്ഷൻ കൂടുതലായിരിക്കും, അതിൽ കുറവായിരിക്കും. സെക്കൻഡറി ആണെങ്കിൽ, ടെർഷറി ആണെങ്കിൽ റിയാക്ഷൻ റേറ്റ് വളരെ കുറവായിരിക്കും. കാരണം ടെർഷറി എന്ന് പറയുമ്പോൾ 3 മീഥൈൽ ഗ്രൂപ്പൊക്കെ വരും. അപ്പോൾ നല്ല ബൾക്കി ആയിട്ടായിരിക്കും, നല്ല ഇൻഹിബിറ്റിംഗ് എഫക്റ്റ് ആയിരിക്കും അവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറി ഗ്രേറ്റർ ദാൻ സെക്കൻഡറി ഗ്രേറ്റർ ദാൻ ടെർഷറി എന്നുള്ള രീതിയിലായിരിക്കും SN2 റിയാക്ഷനിൽ എൻ്റെ റേറ്റ് പറയുന്നത്. അടുത്തത് സബ്സ്റ്റിറ്റ്യൂഷൻ ന്യൂക്ലിയോഫിലിക് യൂണിമോളിക്കുലാർ SN1 റിയാക്ഷൻ. SN1 റിയാക്ഷൻ ജനറലി നടക്കുന്നത് പോളാർ പ്രോട്ടിക് സോൾവൻസിലാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ ടെർഷറി ബ്യൂട്ടൈൽ ബ്രോമൈഡിനെയും OH- കൂടെ വെച്ച് ട്രീറ്റ് ചെയ്യണം. നേരത്തെ ഒറ്റ സ്റ്റെപ്പിലായിട്ടായിരുന്നു നടക്കുന്നത് SN2 റിയാക്ഷൻ. ഇവിടെ 2 സ്റ്റെപ്പിലായിട്ടാണ് നടക്കുന്നത്. ഇവിടെ ഒരാൾ പോയിട്ടേ എന്ത് ചെയ്യുന്നുള്ളൂ, അടുത്ത ആളെ വിളിച്ച് കയറ്റുന്നുള്ളൂ. അപ്പം CH3-CBr അതിന് BR- ആയിട്ട് ഇവിടെ പോവുകയാണ്. അപ്പം ഇതാണ് സ്ലോ സ്റ്റെപ്പ്, ഇതാണ് റേറ്റ് ഡിറ്റർമിൻ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ അപ്പം ഫസ്റ്റ് സ്റ്റെപ്പിൽ CH3-CBr എന്ത് ചെയ്യുന്നു, BR-നെ കളഞ്ഞിട്ട് കാർബോകാറ്റയോണായിട്ട് മാറി. അപ്പോൾ ഈ കാർബോകാറ്റയോണിനകത്തോട്ട് ഒരു ന്യൂക്ലിയോഫൈൽ വന്ന് ആഡ് ചെയ്ത് CH3-COH ആയിട്ട് മാറി. അപ്പം റേറ്റ് ഡിറ്റർമിനിൽ രണ്ടാമത്തെ സ്റ്റെപ്പിന് പങ്കില്ല, ഫസ്റ്റ് സ്റ്റെപ്പിന് മാത്രമേ പങ്കുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, ഈ റിയാക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണെന്ന് പറയും. കാരണം ഇവിടെ ഒറ്റ റിയേജൻ്റേ ഉള്ളൂ, OH- ഇവിടെ അല്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കോൺസെൻട്രേഷൻ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഇത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് ആണ്. പക്ഷേ ഇവിടെ സ്റ്റെപ്പുകൾ ചോദിച്ചാൽ 2 സ്റ്റെപ്പ് നോക്കിയിട്ടല്ല നമ്മൾ ഇതിൻ്റെ നെയിം SN1 SN2 എന്ന് പറയുന്നത്. നമുക്ക് തിരിഞ്ഞു പോരുത്. SN2 ഒറ്റ സ്റ്റെപ്പേ ഉള്ളൂ, SN1 2 സ്റ്റെപ്പുണ്ട്. പക്ഷേ ഇതിൻ്റെ റേറ്റ് പറയുമ്പം ബൈമോളിക്കുലറാണ്. SN2 എന്ന് പറയുന്ന ബൈമോളിക്കുലാണ്. അത് 2 റിയേജൻസിൻ്റെയും 2 റിയാക്റ്റൻസിൻ്റെയും കോൺസെൻട്രേഷൻ നമ്മൾ എന്ത് ചെയ്യും, റേറ്റിൽ പ്രസ്താവിക്കുന്നുണ്ട്. പക്ഷേ SN1 ആ ഒരൊറ്റ റിയേജൻ്റ് മാത്രമേ നമ്മൾ കോൺസെൻട്രേഷൻ എടുക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് SN1 റിയാക്ഷൻ എന്നുള്ള പേര് വന്നത്. ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചോ, കാർബോകാറ്റയോൺ ഫോം ചെയ്തു ആദ്യം. ആ കാർബോകാറ്റയോണിനകത്ത് ന്യൂക്ലിയോഫൈൽ എന്ത് ചെയ്യുന്നു, അറ്റാച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് കിട്ടി, ആൽക്കഹോൾ കിട്ടി. അപ്പം 2 സ്റ്റെപ്പായിട്ടായി നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ കാർബോകാറ്റയോൺ എത്രത്തോളം സ്റ്റെബിലിറ്റി ഉണ്ടോ അത്രത്തോളം ഇതിൻ്റെ റേറ്റ് കൂടും. അപ്പം ടെർഷറിക്കായിരിക്കും
സ്റ്റെബിലിറ്റി കൂടുതൽ. ടെർഷറി കാർബോകാറ്റയോൺ ആയിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ. അവിടെ നമ്മൾ SN2 റിയാക്ഷനിൽ പ്രൈമറിക്കാണ് റേറ്റ് പ്രൈമറിക്ക് കൂടുതലാണ്, അത് കഴിഞ്ഞ് സെക്കൻഡറി, അത് കഴിഞ്ഞ് ടെർഷറി എന്ന് പറഞ്ഞു. നേരെ ഓപ്പോസിറ്റാണ് SN1. ടെർഷറിക്കാണ് റേറ്റ് ഏറ്റവും കൂടുതൽ, അത് കഴിഞ്ഞ് സെക്കൻഡറി, ഏറ്റവും കുറവാണ് പ്രൈമറിക്ക്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കാർബോകാറ്റയോൺ ഏറ്റവും സ്റ്റേബിളായിട്ടുള്ളത് ടെർഷറിയിലായതുകൊണ്ടാണ്. നെക്സ്റ്റ് നമുക്ക് റിയാക്ഷൻസ് ഓഫ് ഹാലോ അറീൻസ് നോക്കാം. ഹാലോ അറീൻസിൻ്റെ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ മാത്രം പഠിച്ചാൽ മതി. അപ്പം ബെൻസീൻ റിങ്ങിന് എന്തൊക്കെ റിയാക്ഷൻ നടക്കുന്നുണ്ടോ, നൈട്രേഷൻ, ഹാലജനേഷൻ, സൾഫണേഷൻ, അതുപോലുള്ള റിയാക്ഷൻസ് എല്ലാം ഹാലോ അറീൻസിനും നടക്കുന്നുണ്ട്. ഹാലജൻ ആറ്റം എന്ന് പറയുന്നത് ഓർത്തോ പാര ഡയറക്റ്റിംഗ് ആണ്. അത് നമുക്ക് ഇതിൻ്റെ റെസൊണൻസ് കാണുമ്പോൾ തന്നെ അറിയാം. ഹാലജന് 7 ഇലക്ട്രോൺസ് ആണ്, വാലൻസ് ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഇത് റെസൊണൻസ് വരച്ച് നോക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസും കൂടി ഷിഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നെഗറ്റീവ് ചാർജ് വരുന്ന എവിടെയൊക്കെയാണ്? ഓർത്തോയിലും പാരയിലുമാണ് നെഗറ്റീവ് ചാർജുകൾ വരുന്നത്. അപ്പോൾ വരുന്ന ആരാണ്? ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷനാണ്, ഇലക്ട്രോഫൈലാണ് വരുന്നത്. ഇലക്ട്രോണിനെ ലവ് ചെയ്യുന്ന ആളാണ് വരുന്നത്. അപ്പം ഇലക്ട്രോഫൈലിക് വന്ന് ആഡ് ചെയ്യുന്ന എവിടെയായിരിക്കും? നെഗറ്റീവ് ചാർജ് കണ്ടുകൊണ്ട് ഓർത്തോയിലും പാരയിലും ആയിരിക്കും ആര് വരുന്നത്? ഇൻകമിങ് ഇലക്ട്രോഫൈൽ വരുന്നത് ഓർത്തോയിലും പാരയിലും ആയിരിക്കും. അപ്പോൾ ഓർത്തോയിലും പാരയിലും ഇലക്ട്രോൺ ഡെൻസിറ്റി എന്താണ്? ഓർത്തോയിലും പാരയിലും ഇലക്ട്രോൺ ഡെൻസിറ്റി മാക്സിമം ആണ്. അതുകൊണ്ട് തന്നെ ഓർത്തോയിലും പാരയിലും ആയിരിക്കും ഇലക്ട്രോഫിൽ വന്ന് ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഹാലജനേഷൻ റിയാക്ഷൻ നോക്കാം. ഹാലജനേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പം ബെൻസീൻ റിങ്ങിനകത്ത്, ക്ലോറോ ബെൻസീനകത്ത് എന്ത് ചെയ്യുന്നു? ക്ലോറിൻ ആഡ് ചെയ്യുകയാണ് ഇൻ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് FeCl3. നമുക്കറിയാം ഓർത്തോയിലും പാരയിലുമാണ് വരുന്നതെന്ന് പറയാം. അപ്പം നമുക്ക് 1, 2, 3, 4 അല്ലേ? 1ൽ 4 വരുന്നത്. അപ്പോൾ 1,4 ഡൈക്ലോറോ ബെൻസീനും 1, 2 ഡൈക്ലോറോ ബെൻസീനുമാണ് കിട്ടുന്നത്. അതുപോലെ നൈട്രേഷൻ എന്ന് പറയുമ്പം ക്ലോറോ ബെൻസീൻ എടുത്തു. ഇത് റിയേജൻ്റായിട്ട് ആരാണ് ഉപയോഗിക്കുന്നത്? നൈട്രേഷനിൽ നൈട്രിക് ആസിഡും കോൺസെൻട്രേറ്റഡ് H2SO4 ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 1 ക്ലോറോ 2 നൈട്രോ, 1 ക്ലോറോ 2 നൈട്രോ ബെൻസീനാണ്. അതുപോലെ 1 ക്ലോറോ 1, 2, 3, 4 1 ക്ലോറോ 4 നൈട്രോ ബെൻസീനും കിട്ടുന്നു. നൈട്രേഷനകത്ത് HNO3 H2SO4 ആണ് ഉപയോഗിക്കുന്നത്. ഇനി H2SO4 മാത്രം ഉപയോഗിച്ച് ഹീറ്റ് ചെയ്യുകയാണെങ്കിലോ, അപ്പോൾ നമുക്ക് SO3H ഓർത്തോയിലും പാരയിലും വരുന്നു. 2 ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡും 4 ക്ലോറോ ബെൻസീൻ സൾഫോണിക് ആസിഡുമാണ് നമുക്ക് കിട്ടുന്നത്. ഇനി 2 റിയാക്ഷനോട് ഉണ്ട് പഠിക്കാൻ. ഫ്രീഡക്രാഫ്റ്റ് റിയാക്ഷൻസ് ആണ്. നെക്സ്റ്റ് 2 റിയാക്ഷൻസ് ഉണ്ട്. ഫ്രീഡക്രാഫ്റ്റ് ആൽക്കിലേഷനും ഫ്രീഡക്രാഫ്റ്റ് അസൈലേഷനും. ഫ്രീഡക്രാഫ്റ്റ് ആൽക്കിലേഷൻ എന്ന് പറയുമ്പം ക്ലോറോ ബെൻസിനകത്ത് CH3Cl ആഡ് ചെയ്യുന്നു ഇൻ പ്രസൻസ് ഓഫ് അൻഹൈഡ്രസ് AlCl3. അപ്പോൾ അൻഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ ആഡ് ചെയ്യുകയാണെങ്കിലാണ് നമ്മൾ ഫ്രീഡക്രാഫ്റ്റ് റിയാക്ഷൻ എന്നുള്ള പേര് വരുന്നത്. അപ്പം ഈ ഇവിടുത്തെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. ഹൈഡ്രജൻ മാറിയിട്ടാണ് വന്ന് ഇലക്ട്രോഫൈൽ വന്ന് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഈ Hഉം ഈ Clൂടെ എന്ത് ചെയ്യും? HCl അങ്ങ് പോകും. അപ്പോൾ ഇവിടെ CH3 ഓർത്തോയിലും പാരാ പൊസിഷനിലോട്ട് വരുന്നു. 1 ക്ലോറോ 2 മീഥൈൽ ഗ്രൂപ്പ് സെക്കൻഡ് പൊസിഷൻ 2 മീഥൈൽ ബെൻസീൻ കിട്ടുന്നു. അതുപോലെ 1 ക്ലോറോ 4 മീഥൈൽ ബെൻസീനും കിട്ടും. നെക്സ്റ്റ് ക്ലോറോ ബെൻസീനകത്തോട്ട് CH3COCl ഇവിടെ എന്താണ്? CO ഗ്രൂപ്പും കൂടെ ഇടയ്ക്ക് വരികയാണ്. CH3COCl വന്ന് ആഡ് ചെയ്യുകയാണ് അൻഹൈഡ്രസ് AlCl3യുടെ പ്രസൻസിൽ. അപ്പോൾ 2 ക്ലോറോ അസറ്റോഫിനോണും 4 ക്ലോറോ അസറ്റോഫിനോണും കിട്ടുന്നു. അപ്പം ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇലക്ട്രോഫൈൽ വന്ന് ആഡ് ചെയ്യുക എന്ന് പറയുമ്പം ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ മാറിയിട്ടാണ്. അതുകൊണ്ടാണ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണിത്. കാരണം ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ മാറിയിട്ടാണ്, ഓർത്തോയിൽ നിന്ന് പറയുന്ന ഒരു ഹൈഡ്രജൻ മാറിയിട്ടാണ് വരുന്ന ഇലക്ട്രോഫൈൽ വന്ന് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ CH3Cl എന്ന് പറയുമ്പം ആഡ് ചെയ്യുന്ന നേരാണ് ഇതിനകത്ത് നിന്ന് CH3 ആണ് വന്ന് ആഡ് ചെയ്യുന്നത് ഓർത്തോയിലും പാരയിലും. Cl എന്ത് ചെയ്യും? ഇവിടുത്തെ Hനെയും കൊണ്ട് പോവുകയാണ്, HCl ആയിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ ഫോക്കസ് ഏരിയ പഠിക്കാനായിട്ട്. നമുക്കിനി വരാൻ ചാൻസ് ഉള്ള രീതിയിൽ ടെക്സ്റ്റിൻ്റെ ബാക്കിൽ കിടന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് പരിചയപ്പെടാം. ഒന്നത്, വിച്ച് ആൽക്കൈൽ ഹാലൈഡ് ഫ്രം ദ ഫോളോയിങ് പെയർസ് വുഡ് യു എക്സ്പെക്ട് ടു റിയാക്ട് മോർ റാപ്പിഡ്ലി ബൈ SN2 മെക്കാനിസം. അപ്പോൾ കുറച്ച് പേര് വന്നിട്ട് ഇതിൽ ഏതിനാണ് SN2 മെക്കാനിസം നടക്കുന്നതെന്ന് ചോദിച്ചേക്കാണ്. അപ്പോൾ CH3CH2 CH2CH2 Br എന്ന് പറയുന്ന ഒരു ലോങ് ചെയിനാണ്.
ഇവിടെ കണ്ടോ CH3 CH2 CH CH3 Br. ഇവിടെ ഒരു ബ്രാഞ്ചിങ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പം SN2 മെക്കാനിസം നമ്മൾ പറഞ്ഞായിരുന്നു പ്രൈമറി ഹാലൈഡ് റേറ്റ് ഗ്രേറ്റർ ആണ്, സെക്കൻഡറിയെക്കാട്ടിലും അതുപോലെ ടെർഷറിയെക്കാട്ടിലും കൂടുതൽ പ്രൈമറിക്കാണ് റേറ്റ് പറയുന്നത്, റേറ്റ് കൂടുതലെന്ന്. അപ്പം സ്വാഭാവികമായിട്ടും ഏതായിരിക്കും? പ്രൈമറി. സിമ്പിളായിട്ടുള്ളതാണ് SN2 മെക്കാനിസം നടക്കുന്നത്. അപ്പം ബൾക്കി ഗ്രൂപ്പൊക്കെ വരികയാണെങ്കിൽ SN2 മെക്കാനിസം എന്താണ്? റേറ്റ് കുറവായിരിക്കും. നെക്സ്റ്റ് ഇവിടെയോ CH3 CH2 CH Br CH3 ഇവിടെ ഒരു ടെർഷറിയാണ് വരുന്നത്, ടെർഷറി കാർബണാണ്. അപ്പോൾ നമുക്കറിയാം പ്രൈമറി ഹാലൈഡിനെക്കാട്ടിലും റേറ്റ് കുറച്ചുകൂടെ കുറവാണ് സെക്കൻഡറി, ഏറ്റവും റേറ്റ് കുറവ് ടെർഷറിക്കാണ്. അപ്പോൾ SN2 മെക്കാനിസം നടക്കുന്നതായിരിക്കും ടെർഷറിയേക്കാളും കൂടുതൽ സെക്കൻഡറിയിലായിരിക്കും നടക്കുന്നത്. അടുത്ത CH3 CH CH2 CH2 Br CH3. ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് വന്നേക്കുന്നുണ്ടോ? ഹാലജൻ ആറ്റത്തിൽ നിന്നും അകലെയായിട്ടാണ്. ഇവിടെയോ Br അറ്റാച്ച് ചെയ്യുന്ന കാർബൺ ആറ്റത്തിൻ്റെ നെക്സ്റ്റ് കാർബൺ ആറ്റം, ഇത് ബീറ്റ കാർബൺ ആറ്റത്തിനകത്താണ് CH3 വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മീഥൈൽ ഗ്രൂപ്പ് ഹാലജനോട് ക്ലോസ് ആയിട്ട് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? സ്റ്റെറി ഹിൻഡ്രൻസ് കൂടുന്നു, അപ്പോൾ റേറ്റ് ഡിക്രീസ് ചെയ്യുന്നു. അപ്പോൾ അകന്നിരിക്കുന്നതാണ് റേറ്റ് കൂടുതൽ നല്ലത്. അപ്പോൾ എന്തായിരിക്കും? ഇതിനായിരിക്കും റേറ്റ് കൂടുതൽ. അടുത്ത് SN1 റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കുന്നതിന് ചോദിക്കുകയാണെങ്കിൽ SN1 റിയാക്ഷൻ നമ്മൾ പറഞ്ഞാൽ ടെർഷറിക്കാണ് റേറ്റ് കൂടുതൽ, അത് കഴിഞ്ഞ് സെക്കൻഡറി, അത് കഴിഞ്ഞ് പ്രൈമറി ആണ്. അപ്പോൾ ആർക്കായിരിക്കും? ഇത് ടെർഷറി കാർബണാറ്റത്തിനകത്താണ് ക്ലോറിൻ അറ്റാച്ച് ചെയ്യുന്നത്, ഇത് സെക്കൻഡറി കാർബണാറ്റത്തിന്, അപ്പം റേറ്റ് കൂടുതൽ ടെർഷറിക്കായിരിക്കും. ഇവിടെയോ ഇവിടെയും ഇത് സെക്കൻഡറി കാർബണാറ്റുമായിട്ടാണ് ക്ലോറിൻ അറ്റാച്ച് ചെയ്യുന്നത്, പ്രൈമറി കാർബണാറ്റുമായിട്ടാണ്. അപ്പം റേറ്റ് കൂടുതൽ ആർക്കായിരിക്കും? സെക്കൻഡറിക്കായിരിക്കും. അപ്പോൾ ടെർഷറി ഏറ്റവും റേറ്റ് കൂടുതൽ. SN1 റിയാക്ഷനിൽ റേറ്റ് ഏറ്റവും കൂടുതൽ ടെർഷറിക്കാണ്, അത് കഴിഞ്ഞാൽ സെക്കൻഡറിക്കാണ്, അത് കഴിഞ്ഞാൽ പ്രൈമറിക്കാണ്. നെക്സ്റ്റ്, വിച്ച് കോമ്പൗണ്ട് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സ് വിൽ റിയാക്ട് ഫാസ്റ്റ് SN2 റിയാക്ഷൻ വിത്ത് OH? അപ്പോൾ SN2 റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കുന്നത് CH3 Br CH3 I. അപ്പം CH3 I എന്ന് പറയുമ്പം ഫാസ്റ്റായിട്ട് നടക്കാം, കാരണം CI ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഒന്നുകൂടെ എളുപ്പമാണ്. CBr ബോണ്ടിനേക്കാളും ഒന്നുകൂടെ ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ എളുപ്പമാണ് CI ബോണ്ട്. അതുകൊണ്ട് തന്നെ റിയാക്ഷൻ ഫാസ്റ്റായിട്ട് നടക്കുന്നത് ആർക്കായിരിക്കും? CH3 Iക്കായിരിക്കും. നെക്സ്റ്റ് CH3 ട്രൈ CCl CH3Cl. അവിടെയാണെങ്കിലോ കാർബൺ ക്യാരിയിങ് ഹാലജൻ ഈസ് സ്റ്റെറിക്കലി ലെസ് ഹിൻഡേഡ്. ഹാലജനുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്തായിരിക്കും? കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഹാലജൻ ലെസ് ഹിൻഡ്രൻസ് ആയിരിക്കണം. അപ്പോൾ CH3 ട്രൈ CCl CH3Cl ഇതിൽ റേറ്റ് പറയുമ്പം CH3Cl റേറ്റ് കൂടുതൽ നടക്കുന്നത്. കാരണം ഫാസ്റ്റായിട്ട് റിയാക്ഷൻ നടക്കുന്നത് SN2 റിയാക്ഷൻ നടക്കുന്നത് CH3Cl ആയിരിക്കും. കാരണം പ്രൈമറിക്കാണ് കൂടുതൽ ഫാസ്റ്റായിട്ട് നടക്കുന്നത്, അതുപോലെ പ്രൈമറിയേക്കാളും കുറവാണ് സെക്കൻഡറിക്ക്, ഏറ്റവും കുറവാണ് ടെർഷറിക്ക് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ ടെർഷറി അല്ലേ, അപ്പോൾ റേറ്റ് പറയുമ്പം പ്രൈമറിക്കാണ് ഏറ്റവും കൂടുതൽ റേറ്റ്. അതുകൊണ്ട് ഇത് CH3Cl ആയിരിക്കും ഫാസ്റ്റായിട്ട് നടക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഈ ചാപ്റ്റർ കഴിഞ്ഞു. നമ്മൾ 2-3 ക്വസ്റ്റ്യൻസ് കൂടെ കണ്ടു. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഫോക്കസ് ഏരിയ മാത്രമേ നമ്മൾ കണ്ടുള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.